ബൈബിൾ പഠന മാർഗനിർദ്ദേശങ്ങൾ ഭാഗം 3. ജീവസന്ദേശം. വിശുദ്ധ ബൈബിൾ ദൈവപ്രേരിതമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബൈബിളിലെ ഓരോ വാക്കും ദൈവം പറഞ്ഞുകൊടുത്ത് എഴുതിയെന്നാണോ? മറ്റ് മതഗ്രന്ഥങ്ങളിൽ നിന്നും ബൈബിളിനുള്ള പ്രത്യേകത എന്തൊക്കെയാണ്? ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് അല്പസമയം ചിന്തിക്കണം. നല്ല വിഷയമായിരിക്കുന്നില്ലേ? ശ്രദ്ധിച്ച് കേട്ടാട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ചിന്തിച്ച കാര്യങ്ങൾ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഓരോ ദിവസവും നാം പഠിക്കുന്ന ഈ മഹൽ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതകളും പ്രാധാന്യതകളും വിവരിക്കുകയായിരുന്നു ഞാൻ. ഇതൊരു സാധാരണ പുസ്തകമല്ല, ദൈവിക വെളിപ്പാടുകളുടെ സംഗ്രഹമാകുന്നു എന്നും നാം കണ്ടു. വിശുദ്ധ ബൈബിൾ ദൈവത്തിന്റെ വചനമാകുന്നു. ഇത് ദൈവം മനുഷ്യർക്ക് നൽകിയതാണ്. ഇത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ്. ഇത് രുചിക്കും തോറും മാധുര്യം ഏറിവരുന്നതാണ്. നാം പാടാറുണ്ടല്ലോ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളത് എന്ന്. ദൈവവചനത്തിന്റെ മാധുര്യത്തെ വർണ്ണിക്കുന്ന അതിമഹത്തായ ഒരു സങ്കീർത്തനമാകുന്നു 119-ാം സങ്കീർത്തനം. ഒരു ഭക്തന്റെ പ്രമോദമാകുന്നു ദൈവത്തിന്റെ വചനം. ദൈവമക്കൾ അതിൽ രസിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേക വാക്യത്തിൽ നാം വായിക്കുന്നത്, സർവസമ്പത്തിലും എന്നതുപോലെ ഞാൻ നിന്റെ വചനത്തിൽ പ്രമോദിക്കുന്നു, രസിക്കുന്നു. ദൈവം മനുഷ്യർക്ക് നൽകിയ അമൂല്യ നിധിയാണ് ദൈവവചനമാകുന്ന ബൈബിൾ. ബൈബിൾ രചനയുമായി ബന്ധപ്പെട്ട ഏതാനും പദപ്രയോഗങ്ങളാണ് നാം കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചത്. ഒന്നാമതായി വെളിപ്പാട് എന്ന പ്രയോഗം നാം കണ്ടു. മനുഷ്യന്റെ വിശ്വാസാചാരങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ഒരേ ഒരു വെളിപ്പാട് ഇന്ന് ദൈവവചനമാകുന്ന ബൈബിളാകുന്നു. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ആർക്കും ഇന്ന് വെളിപ്പാടുകൾ ലഭിക്കുന്നില്ല. ഞാൻ വിശദമായി ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു. അനേകരും ദൈവവചനത്തിന് ഘടകവിരുദ്ധമായ പല വെളിപ്പാടുകൾ കൊണ്ടും ഇന്ന് സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ സൂക്ഷിക്കണം. അത് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടല്ല, വെളിച്ചദൂതന്റെ വെളിപ്പാടുകളാകുന്നു എന്ന് മറക്കരുത്. വെളിപ്പാടുകൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വേണം പരിശോധിക്കുവാൻ. വെളിപ്പാടുകൾ എപ്പോഴും അത് എവിടെ അറിയിക്കുന്നുവോ അവിടെ ദൈവമക്കൾക്ക് ആത്മപ്രചോദനമുണ്ടാകുന്നതായിരിക്കും. യാതൊരു അർത്ഥവുമില്ലാത്ത വെളിപ്പാടുകൾ, വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറയുന്നത് തീർച്ചയായും ദൈവവചനത്തിന് ചേരുന്നതല്ല. അത് തങ്ങൾക്കേതോ അമാനുഷിക ശക്തിയുണ്ട് എന്ന് കാണിക്കുവാൻ മാത്രം ചെയ്യുന്ന ഒരു കാര്യമായതിനാൽ പലപ്പോഴും അത് ദൈവപ്രസാദമല്ല എന്ന കാര്യം ഓർക്കണം. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ഒരു പ്രയോഗം ശ്രദ്ധിക്കാം. ദൈവനിശ്വാസം, ദൈവപ്രേരിതം. വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് തിരുവചനത്തിന്റെ സമഗ്രവാച്യ ദൈവനിശ്വാസത്തിലാണ്. സമഗ്രവാച്യ ദൈവനിശ്വാസം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ ഒരു ആധികാരിക പ്രസ്താവനയാകുന്നു എന്നും അതിലെ ഓരോ വാക്കും ഈ കാലത്ത് ജീവിക്കുന്ന നമ്മോടുള്ള ദൈവവചനമാകുന്നു എന്നുമാണ്. വീണ്ടും പറയട്ടെ, സമഗ്രവാച്യ ദൈവനിശ്വാസം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ ഒരു ആധികാരിക പ്രസ്താവനയാകുന്നു എന്നും അതിലെ ഓരോ വാക്കും ഈ കാലത്ത് ജീവിക്കുന്ന നമ്മോടുള്ള ദൈവവചനമാകുന്നു. ദൈവിക വെളിപ്പാടിനെ ഉറപ്പാക്കി തരുന്നതാണ് ദൈവനിശ്വാസ്യത. അതെ, അതുതന്നെയാണ് ഈ പുസ്തകം പറയുന്നത്. വിശുദ്ധ പൗലോസ് തന്റെ ഒടുവിലത്തെ ലേഖനം തിമോത്തിയോസിന് എഴുതുമ്പോഴും പത്രോസ് തന്റെ ഒടുവിലത്തെ ലേഖനം എഴുതുമ്പോഴും ബൈബിളിനെക്കുറിച്ച് ഉറപ്പിച്ച് ചിലതൊക്കെ പറയുവാൻ ഉണ്ടായിരുന്നു. 2 തിമോത്തിയോസ് 3:16-17 നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ഗുരുശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവശ്വാസീയം എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ദൈവം ശ്വസിച്ചത്, ദൈവപ്രേരിതം എന്നൊക്കെയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്
പ്രത്യേകം ശ്രദ്ധിച്ചാലും ദൈവനിശ്വാസത്താൽ ഉളവായ ദൈവവചനം. ഇവിടെ ദൈവം പൗലോസിലൂടെ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് പറയുവാനുള്ളത് അതുപോലെ ദൈവം ഈ മനുഷ്യരിലൂടെ അറിയിച്ചു. അതിനോട് ഒന്നും ചേർക്കേണ്ട ആവശ്യം അവനില്ലായിരുന്നു. പത്രോസ് അതിപ്രകാരമാകുന്നു അവതരിപ്പിക്കുന്നത്. 2 പത്രോസ് 1:21. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഇത് വ്യക്തമല്ലേ? ഈ മനുഷ്യർ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ദൈവഹിതം അതുപോലെ അവതരിപ്പിക്കുവാൻ അവർ ദൈവാത്മാവിനാൽ ചലിക്കപ്പെട്ടു. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ചിന്തകളല്ല ദൈവപ്രേരിതമായിരുന്നത്, വാക്കുകൾ ദൈവപ്രേരിതമായിരുന്നു. അവരുടെ ചിന്തയെ ദൈവാത്മാവ് നിയന്ത്രിച്ചു എന്ന് പറയുന്നവരുണ്ട്. അതല്ല ശരി. വാക്കുകൾ, അവർ എഴുതിയതായ വാക്കുകൾ ദൈവശ്വാസീയമായി. വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ് കേട്ടോ. വളരെ പ്രശസ്തനായ ഒരു സംഗീത അധ്യാപകന്റെ കീഴിൽ സംഗീതം അഭ്യസിക്കുവാൻ പോയ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അവളുടെ ആദ്യത്തെ പാട്ട് കേട്ടതിന് ശേഷം തന്റെ അധ്യാപകന്റെ അഭിപ്രായം അറിയുവാൻ അവൾക്ക് വളരെയധികം ആഗ്രഹമുണ്ടായി. എന്നാൽ ആ സാറ് അവളെ അഭിനന്ദിക്കുവാൻ അവളുടെ അടുത്തേക്ക് വന്നില്ല. അതുകൊണ്ട് ഈ പെൺകുട്ടി അവളുടെ ഒരു സുഹൃത്തിനോട് അധ്യാപകൻ എന്തു പറഞ്ഞു എന്നന്വേഷിച്ചു. അവളുടെ ഉത്തമ കൂട്ടുകാരി ഇപ്രകാരം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു നിന്റെ പാട്ട് അലൗകികം അഥവാ സ്വർഗീയമായിരുന്നു എന്ന്. തന്റെ അധ്യാപകൻ അങ്ങനെ പറഞ്ഞു എന്ന് ശരിക്കും വിശ്വസിക്കുവാൻ ആ പെൺകുട്ടിക്ക് പ്രയാസം തോന്നിയതിനാൽ കൂട്ടുകാരിയെ വീണ്ടും ചോദ്യം ചെയ്തു, നമ്മുടെ സാർ അതേ വാചകം തന്നെയാണോ പറഞ്ഞത്? വാക്കുകൾ അതായിരുന്നില്ല, എന്നാൽ അവൻ അർത്ഥമാക്കിയത് അങ്ങനെയാണ് എന്ന് ഈ കൂട്ടുകാരി പറഞ്ഞു. ഈ പെൺകുട്ടി നിർബന്ധിച്ചതിനാൽ കൂട്ടുകാരി അധ്യാപകന്റെ അതേ വാക്കുകൾ അവളോട് പറഞ്ഞു. സാറ് പറഞ്ഞത് ഭൂമിയിലെങ്ങും കേൾക്കാത്ത ഒരു ശബ്ദമാണല്ലോ അത് എന്നത്രേ. തമ്മിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായും. സ്വർഗീയമായ ശബ്ദവും ലോകത്തിലെങ്ങും കേട്ടിട്ടില്ലാത്ത ശബ്ദവും എന്ന് പറഞ്ഞാൽ അവ തമ്മിൽ ഭയങ്കര വ്യത്യാസമാകുന്നു. ഉപയോഗിച്ച അതേ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുവചനത്തിലെ ചിന്തകളല്ല, വാക്കുകളാണ് ദൈവശ്വാസീയം, ദൈവപ്രേരിതം. ഞാനിത് പറയുന്നത് വിശ്വാസ്യമാകുന്നു. ഉദാഹരണത്തിന്, ദൈവപ്രേരിതത്താലല്ല സാത്താൻ കള്ളം പറഞ്ഞത്, എന്നാൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സാത്താൻ കള്ളം പറഞ്ഞു എന്നത്രേ. വാക്കുകളാണ് ദൈവപ്രേരിതമായിരിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നും ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു സാധാരണ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്നത്രേ. ദൈവത്തിന് പറയുവാനുള്ളത് മനുഷ്യർ അതുപോലെ തന്നെ എഴുതുകയാണ് ചെയ്തത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മോശെ ഇപ്രകാരം എഴുതി, ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. സംസാരിച്ചത് ദൈവമാകുന്നു, അവൻ പറഞ്ഞത് മോശ എഴുതി എന്ന് മാത്രം. വർഷങ്ങളായി തിരുവചനത്തിന്റെ വളരെയേറെ കയ്യെഴുത്ത് പ്രതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത് എന്തെന്നാൽ നമുക്കിന്നുള്ള തിരുവചനം തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായിരുന്നതും. ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി തന്നെ അത് തെളിയിക്കുന്നു. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ ഐറേനിയസ് ഇപ്രകാരം പറയുകയുണ്ടായി, തിരുവചനം തീർച്ചയായും പരിപൂർണമാകുന്നു, കാരണം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വാക്കുകളാൽ വന്നതും അവന്റെ പരിശുദ്ധാത്മാവിനാലുമാണ്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഗസ്റ്റിൻ ഇപ്രകാരം ഒരു പ്രസ്താവന ചെയ്തു, സമഗ്ര വാച്യാ ദൈവനിശ്വാസ്യത എന്ന ഉപദേശത്തെ ഒരിക്കലും സംശയിക്കുവാൻ എന്നെക്കൊണ്ടാവില്ല, കാരണം യഥാർത്ഥ പ്രവർത്തനങ്ങളിൽ ഞാൻ നിരന്തരമായി കാണുന്ന ഒരു കാര്യം എന്തെന്നാൽ ദൈവത്തിന്റെ ഈ വചനം മനുഷ്യാത്മാവിന് എത്ര വലിയ അനുഗ്രഹം ആകുന്നെന്നറിയാമോ? ഈ പുസ്തകത്തിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളോടും നമ്മുടെ ജീവിതങ്ങളോടും സംസാരിക്കുന്നു. ഇത് വായിക്കുന്ന, ധ്യാനിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം തങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ സാധിക്കും. അതെ, ഈ വചനം ദൈവപ്രേരിതം തന്നെയാണ്, ദൈവശ്വാസീയം. അടുത്ത ഒരു പദം പ്രകാശിപ്പിക്കൽ എന്നതാണ്. ഇതിന്റെ അർത്ഥം ഒരു ദൈവീക ഗ്രന്ഥവും ഒരു മാനുഷിക ഗ്രന്ഥവും ആയി നമുക്കൊരു ഗ്രന്ഥമുള്ളത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ അത് നമ്മെ പഠിപ്പിക്കുവാൻ കഴിയൂ. മനുഷ്യരാൽ എഴുതപ്പെട്ട ഈ പുസ്തകം
തങ്ങളുടെ ചിന്തകൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ ദൈവവചനം എഴുതുകയായിരുന്നു അവർ. തിരുവചനത്തിലെ സത്യങ്ങളെ നമുക്ക് തന്നെ മനസ്സിലാക്കാമെങ്കിൽ തന്നെ അതിലെ ആത്മീയ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും തുറക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം എഴുതി: ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 കൊരിന്ത്യർ 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. നമുക്കിന്ന് അറിയാവുന്ന കാര്യങ്ങളിൽ മിക്കവാറും എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കണ്ണുകളിൽ കൂടെയോ കാതുകളിൽ കൂടിയോ ചിന്തയിൽ കൂടിയോ അത്രേ, അല്ലേ? എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നു, ചില കാര്യങ്ങൾ കണ്ണിതുവരെ കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനസ്സിൽ കിട്ടാനും പ്രയാസമാണത്രേ. എന്നാൽ പിന്നെ എങ്ങനെയാണ് താങ്കൾക്കത് ലഭിക്കുവാൻ പോകുന്നത്? അടുത്ത വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2:10. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. നാം വായിച്ച 9-ാം വാക്യം പലപ്പോഴും ശവസംസ്കാര ശുശ്രൂഷകളിലെ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുക പതിവാണല്ലേ? കേട്ടിട്ടില്ലേ? അവിടെ പ്രസംഗകൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, ഈ മരിച്ച ആളിന് ഭൂമിയിൽ വെച്ച് അധികമൊന്നും അറിയാമായിരുന്നില്ല, എന്നാൽ അവൻ ഇതുവരെ അറിയാൻ പാടില്ലാതിരുന്നത് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നു പോലും. അത് ഒരുപക്ഷെ ശരിയായിരിക്കാം. എന്നാൽ ആ വാക്യം അക്ഷരാർത്ഥത്തിലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ല അക്ഷരാർത്ഥത്തിൽ അവിടെ അർത്ഥമാക്കുന്നതും. മരണത്താൽ ഈ ഭൂമിയിൽ നിന്നും നീക്കപ്പെടുന്നതിനു മുൻപ് താങ്കൾക്കും എനിക്കും സ്വാഭാവിക മാർഗങ്ങളിലൂടെ ഗ്രഹിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ, അനേകം കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് അതിന് നമ്മുടെ അധ്യാപകൻ ആയിരിക്കേണ്ടതാണ്. മനുഷ്യർ എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നമ്മുടെ കർത്താവ് അന്വേഷിച്ച ആ സംഭവം ഓർക്കുന്നുവല്ലോ. അതിന് മറുപടിയായി ശിഷ്യന്മാർ പറഞ്ഞത്, ചിലർ ഇങ്ങനെയും മറ്റു ചിലർ അങ്ങനെയും പറയുന്നു പോലും. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. താങ്കൾ ആരോടൊക്കെ ചോദിക്കുമോ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഓരോ ഉത്തരം ലഭിക്കാനാണ് സാധ്യത. അവനെക്കുറിച്ച് അനേകം വീക്ഷണങ്ങളാണുള്ളത്. തുടർന്ന് അവൻ തന്റെ ശിഷ്യന്മാരോടായി ചോദിച്ചു, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു? അതിന് ശിമോൻ പത്രോസ് പറഞ്ഞ മറുപടി ഓർക്കുന്നുണ്ടല്ലോ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ശിമോൻ പത്രോസിന് സത്യം വെളിപ്പെടുത്തിയത് ദൈവം ഒരുവനാകുന്നു. പ്രകാശിപ്പിക്കൽ മനസ്സിലായോപ്പം? ഇന്നും നമുക്ക് ദൈവവചനം യഥാർത്ഥമായി ഗ്രഹിപ്പാൻ നമുക്ക് തുറന്നു തരുന്നത് ദൈവം മാത്രമാകുന്നു. മാനുഷികമായ ഒരു ശക്തിയും അതിന് പര്യാപ്തമല്ല. കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ദിവസം യേശു എമ്മൗസിലേക്കുള്ള വഴിയെ പോകുന്നതായി നാം കാണുന്നുണ്ട്. ആ വഴിയെ നടന്നിരുന്ന 2 ശിഷ്യന്മാരോട് അവൻ ചേർന്ന് നടന്നു. അവരുടെ സംസാര വിഷയത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചു. എന്നിട്ട് അവൻ അവരോട് ചോദിച്ചത് ഓർക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്നുത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേനായ യേശുവിനെക്കുറിച്ചുള്ള തന്നെ. നമ്മുടെ പുരോഹിതന്മാരും പ്രവാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു, ക്രൂശിച്ചു. ഈ പറഞ്ഞത് യേശു നേരത്തെ തന്നെ അവരോട് പറഞ്ഞിരുന്നതാകുന്നു എന്ന് താങ്കൾക്ക് ഓർക്കാം. എഴുതപ്പെട്ട പ്രവചനം വർഷങ്ങളായി ഇതേ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇരുന്നതെന്ന് രസകരമായുള്ളൊരു കാര്യമാണ്. തുടർന്ന് അവൻ തങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷകളെക്കുറിച്ച് അവനോട് പറഞ്ഞു.
21 വാക്യം നോക്കിക്കാട്ടെ, 24:21. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്നാശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. അതുകൊണ്ടുമായില്ല, തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും സ്ത്രീകൾ അവരോട് വന്ന് പറഞ്ഞതും അവർ അവനെ അറിയിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു അവനെ കണ്ടില്ലതാനുമെന്ന് 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവരുടെ ആശകളൊക്കെ അസ്തമിച്ചു, അന്ധകാരം അവരുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചു. ഇനിയും കർത്താവായ യേശു പറഞ്ഞ് ശ്രദ്ധിച്ചാലും 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. 25 മുതൽ 27 വരെ. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. നോക്കണം, അന്ന് യേശു പഴയ നിയമത്തിലേക്ക് പോയി. അതിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നത് കേൾക്കുവാൻ അവിടെ അവന്റെ അടുത്ത് നിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അതെന്തൊരു അനുഭവമായിരിക്കും ഇല്ലേ? ഒടുവിലായി ആ താഴമേശയുടെ അടുത്ത് അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തി. അപ്പോൾ അവരുടെ അഭിപ്രായം ഓർക്കുന്നില്ലേ? അവർ പറയുകയാണ്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. മറ്റേതൊരു ഗ്രന്ഥത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗ്രന്ഥമാകുന്നു നാം പഠിക്കുന്നതെന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ളത്, വളരെ നിഷ്പക്ഷമായി മാത്രം ഞാൻ ഇതിനെ കാണുകയാണ്. ബൈബിൾ ദൈവപ്രേരിതമാകുന്നു എന്ന് മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നത്, പിന്നെയോ ദൈവത്തിന്റെ ആത്മാവ് താങ്കളുടെ ഹൃദയം തുറന്ന് ഈ വചനം താങ്കൾക്ക് യാഥാർത്ഥ്യമാക്കി തരാത്ത പക്ഷം താങ്കൾക്കിതൊരു അടഞ്ഞ പുസ്തകമായിരിക്കും. ആ സമയത്ത് യേശു യെരുശലേമിലേക്ക് തിരികെ വന്നപ്പോൾ അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് തുടർന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. 24-ാം അധ്യായത്തിന്റെ, ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. മോശയാകുന്നു പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയതെന്ന് യേശു വിശ്വസിച്ചിരുന്നു. ഈ കാര്യം ശ്രദ്ധിച്ചോ? പ്രവാചകന്മാർ തന്നെക്കുറിച്ച് സംസാരിച്ചു എന്നും സങ്കീർത്തനങ്ങളിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്നും അവൻ വിശ്വസിച്ചു. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഇതാ, 45-ാം വാക്യം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രിയ സുഹൃത്തെ, അവിടുന്ന് താങ്കളുടെ ബുദ്ധിയെ തുറക്കുന്നില്ല എങ്കിൽ താങ്കൾക്ക് അവിടുത്തെ വചനത്തിൽ നിന്നും ഒന്നും ഗ്രഹിക്കാൻ സാധ്യമല്ല. പുറമേ നാം കാണുന്നതൊക്കെ അതാകുന്നു കാര്യങ്ങളെന്ന് ചിന്തിച്ച് നാം അത്രമാത്രം ഗ്രഹിക്കും. ആത്മീയ അർത്ഥങ്ങൾ ഒന്നും ഗ്രഹിക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരിക്കും. ഇത് ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന ആത്മാർത്ഥതയുള്ള താങ്കളുടെ അനുഭവമായിരിക്കാം. അതുകൊണ്ടത്രേ നാം വളരെയേറെ താഴ്മയോടെ ഈ പുസ്തകത്തെ സമീപിക്കേണ്ടത്. നമ്മുടെ ബുദ്ധി സാമർഥ്യമോ വിദ്യാസമ്പന്നതയോ ഈ വിഷയത്തിൽ സഹായിക്കില്ല. നമ്മുടെ മനോഭാവം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നാം വിധേയപ്പെടുന്ന വിധം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അതത്രേ ദൈവം നോക്കുന്നത്. ഓരോ ദിവസവും ദൈവവചനം പഠിക്കുവാൻ അടുത്തു വരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം അങ്ങനെയായിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വീണ്ടും സൂചിപ്പിക്കുന്നതെന്നാൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ അവിടെ നാം വായിക്കുന്നത്, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. നോക്കണേ, ഈ ബൈബിൾ ദൈവവചനമാകുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് മറ്റേതൊരു പുസ്തകം പോലെയും മാത്രമാകുന്നു എന്ന് അവിശ്വാസികളിൽ, അതെ, ദൈവ പൈതലായിട്ടില്ലാത്ത ഒരു വ്യക്തി എന്നോട് വന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഒരു സുവിശേഷ പ്രസംഗകനായിരിക്കാം. ഞാൻ ഒട്ടും തന്നെ ആ കാര്യത്തിൽ അത്ഭുതപ്പെടുകയില്ല. മനസ്സിലായല്ലോ? അങ്ങനെ അല്ലാതെ അവന് സംസാരിക്കുവാൻ കഴിയുകയില്ല.
അവനൊരു വിശ്വാസി അല്ല എങ്കിൽ അവനത് ഗ്രഹിക്കുവാൻ സാധിക്കില്ല. ഒരു അവിശ്വാസിക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ട് പലരും ദൈവവചനത്തെ തള്ളിക്കളഞ്ഞു, ഇല്ലേ? ക്രിസ്തുവിനെ കാണുവാനും കൈക്കൊള്ളുവാനും അവനെ താങ്കളുടെ രക്ഷകനായി ആശ്രയിക്കുവാനും താങ്കളുടെ ഹൃദയത്തെ തുറക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. എത്ര ആശ്ചര്യകരമില്ലേ? ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും പ്രസംഗിക്കുവാൻ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ എത്ര നിസ്സഹായനാകുന്നു എന്ന്. എനിക്കാരെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. മനുഷ്യരെ ഒരുപക്ഷെ എന്റെ ജഡം ഉപയോഗിച്ച് ചിരിപ്പിക്കാൻ സാധിച്ചെന്ന് വന്നേക്കാം, കരയിപ്പിക്കാൻ സാധിച്ചെന്ന് വന്നേക്കാം. എന്റെ കഴിവുകൊണ്ട് ആരെയും രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കില്ല സുഹൃത്തെ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അത് സാധിക്കും. എനിക്ക് എന്നിൽ തന്നെ യാതൊരു കഴിവുമില്ല, എന്നാൽ ഞാൻ അശക്തനാകുന്നു എന്ന് മാത്രമല്ല തോന്നുന്നത്, പിന്നെയോ ഞാൻ അതിശക്തനാണെന്നും തോന്നാറുണ്ട്. എന്നിൽ തന്നെ ശക്തനാണെന്നല്ല, പിന്നെയോ എന്റെ വാക്കുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തവയെ യഥാർത്ഥവും ജീവനുള്ളതുമാക്കുവാൻ അവന് കഴിയും എന്ന അറിവാണ് എന്നെ ശക്തനാക്കുന്നത്. ഇനിയും അടുത്ത ഒരു പദത്തിലേക്ക് ഞാൻ വരികയാണ്, വ്യാഖ്യാനം. വ്യാഖ്യാനം ദൈവവചനത്തിന് താങ്കളും ഞാനും നൽകുന്ന വ്യാഖ്യാനത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കാരണത്താലാണ് നമുക്ക് ഇന്ന് 100 കൂട്ടം സഭകളും ഇത്തരത്തിൽ പഠിപ്പിക്കുന്നവരും അത്തരത്തിൽ പഠിപ്പിക്കുന്നവരും എല്ലാം ഉള്ളത്. നമുക്കെല്ലാം നമ്മുടേതായ വ്യാഖ്യാനങ്ങളുണ്ട്. എവിടെല്ലാം ഭിന്നാഭിപ്രായമുണ്ടോ അവിടെ ഒരാൾ തെറ്റാകുന്നു എന്നുള്ളത് തീർച്ചയാണ്. ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അനേകം നിയമങ്ങളുണ്ട്. അവയിൽ ചിലത് ഞാൻ പറയാം. ഒന്ന്, ബൈബിളിന്റെ മൊത്തമായുള്ള ഉദ്ദേശം പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബൈബിൾ മൊത്തമായി പഠിപ്പിക്കുന്നത്. ഒരു പ്രത്യേക വാക്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു നിഗമനത്തിലെത്തുന്നതിന് മുൻപ് ഞാൻ വിശ്വസിക്കുന്നത് താങ്കൾ അത് മൊത്തമായും പഠിക്കേണ്ടതുണ്ട് എന്നത്രേ. ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വാക്യങ്ങളും പരിഗണിക്കേണ്ടത് പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. ബൈബിൾ വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി പരിഗണിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ തിരുവചനം ആരോട് സംബോധന ചെയ്തിരിക്കുന്നു എന്നതത്രേ. അതായത് ഒരു പ്രത്യേക ഭാഗം ആരോട് പറഞ്ഞിരിക്കുന്നു എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് പണ്ട് ദൈവം യോശുവയോട് പറഞ്ഞു, എഴുന്നേറ്റ് ഈ യോർദാൻ കടക്കുക. എന്നാൽ ഇന്ന് ഞാൻ ആ സ്ഥലത്ത് ചെന്ന് യോർദാൻ നദി കടന്നാൽ അത് യോശുവയോട് ദൈവം പറഞ്ഞതിന്റെ നിവൃത്തിയാകുമോ? ദൈവം പറഞ്ഞതുപോലെ ഞാൻ യോർദാൻ കടന്നു, ഞാൻ ദൈവത്തെ അനുസരിച്ചു എന്ന് എനിക്ക് പറയുവാൻ കഴിയുകയില്ല. ആ വാക്യം വായിക്കുമ്പോൾ എനിക്കറിയാം ദൈവം യോശുവയോടാകുന്നു സംസാരിക്കുന്നതെന്ന്. എന്നാൽ അതുപോലുള്ള ഭാഗത്തും എനിക്ക് വളരെ വലിയ പാഠം പഠിക്കുവാൻ സാധിക്കും. എല്ലാ തിരുവചന ഭാഗങ്ങളും എന്നോടല്ല, എന്നാൽ എല്ലാ തിരുവചന ഭാഗങ്ങളും എനിക്ക് വേണ്ടിയാണ്. നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട അതിമഹത്തായ ഒരു പ്രമാണമത്രേ അത്. 3, ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്തെന്നാൽ നാം വ്യാഖ്യാനിക്കുന്ന ഭാഗത്തിന്റെ തൊട്ടു മുൻപും പിൻപുമുള്ള സന്ദർഭം നാം മനസ്സിലാക്കണം. ആ ഭാഗം എന്താണ് സംസാരിക്കുന്നത്? ഇതേ കാര്യത്തെക്കുറിച്ച് തിരുവചനത്തിലെ മറ്റു ഭാഗങ്ങൾ എന്താണ് പറയുന്നത്? ഒരിടത്തൊന്നും മറ്റൊരിടത്ത് മറ്റൊന്നും പറയുകയില്ല എന്നുറപ്പാക്കിക്കൊള്ളുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാകുന്നു എന്നോർക്കണം. 4, ഈ പ്രത്യേക ഭാഗം ആദ്യം എന്താണ് അർത്ഥമാക്കിയിരുന്നത് എന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അത് എഴുതിയ സമയത്തെ അർത്ഥം, മൂലഭാഷയിലെ ചിന്ത. ഇതിനുവേണ്ടി ഒരുപക്ഷെ മറ്റു പുസ്തകങ്ങളെ നിങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വന്നേക്കാം. തിരുവചനം എഴുതപ്പെട്ടപ്പോൾ ഉപയോഗിച്ച പല പദങ്ങളും പ്രയോഗങ്ങളും ഇന്ന് അതേ അർത്ഥത്തിലല്ല പലരും മനസ്സിലാക്കുന്നത്. പലരും തങ്ങളുടെ സൗകര്യാർത്ഥം തർജ്ജമ ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവചനത്തിന്റെ കൂടുതൽ ശരിയായ തർജ്ജമകളിലേക്ക് നാം അധികം പോകുന്നില്ല എന്നതാണ് സത്യം. എല്ലാവരും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാവർക്കും അവരവരുടേതായ പരിമിതികളുണ്ടല്ലോ. ഈ വിഷയത്തിൽ താങ്കളെ വളരെയേറെ സഹായിക്കുവാൻ ജീവസന്ദേശ പഠനത്തിന് സാധിക്കും എന്ന കാര്യം ഞാൻ ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കട്ടെ. ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5ാമത്തെ കാര്യം അത് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം എന്നതത്രേ. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുഴച്ചുമറിക്കുവാൻ നാം ശ്രമിക്കരുത്. ഇതുമായി ബന്ധപ്പെടുത്തി ഡോക്ടർ ഡേവിഡ് കൂപ്പർ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ്. തിരുവചനത്തിലെ സ്പഷ്ടമായ ബോധം സാമാന്യബോധം വരുത്തുമെന്നതിനാൽ മറ്റു ബോധങ്ങളൊന്നും അന്വേഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഓരോ വാക്കും അതിന്റെ പ്രാഥമികമായ, സാധാരണയായ, സഹജമായ, അക്ഷരികമായ അർത്ഥത്തിലെടുക്കേണ്ടതാണ്. അതല്ല എങ്കിൽ
തൊട്ടടുത്തുള്ള സന്ദർഭത്തിലെ വസ്തുതകളും അതുമായി ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങളും പ്രത്യക്ഷ പ്രമാണങ്ങളും അടിസ്ഥാന സത്യങ്ങളും വ്യക്തമായി വേറെ അർത്ഥമായിരിക്കണം കാണിക്കുന്നത്. അതെ, വ്യാഖ്യാനം അക്ഷരാർത്ഥത്തിലായിരിക്കുന്നതാണ് ഉത്തമം. അതെ, ദൈവവചനം പഠിക്കുന്നത് നമ്മെ അധികം അനുഗ്രഹത്തിന് കാരണമാക്കും. ഇന്ന് അതിനുവേണ്ടിയിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനം പഠിക്കുവാനായി ഞങ്ങൾക്ക് തരുന്ന ഈ അവസരത്തെ ഓർത്ത് സ്തോത്രം. കർത്താവെ, അവിടുത്തെ വചനം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് അവിടുത്തെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അർത്ഥവത്തായി അവിടുത്തെ വചനം പഠിപ്പാൻ അവിടുത്തെ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നാഥാനിൻ മഹത്വം കാൺമാൻ തുറക്കയൻ കൺകളെ, നാഥാനിൻ മഹത്വം കണ്ടു ഞാൻ നേടട്ടെ സായുജ്യം. നാഥാനിൻ മഹത്വം കാൺമാൻ തുറക്കയൻ കൺകളെ, നാഥാനിൻ മഹത്വം കണ്ടു ഞാൻ നേടട്ടെ സായുജ്യം. നാഥാനിൻ ശബ്ദം കേൾക്കുവാൻ തുറക്കയൻ കാതുകളെ, നാഥാനിൻ ശബ്ദം കേൾക്കുവാൻ തുറക്കയൻ കാതുകളെ, നാഥാനിൻ ശബ്ദം കേട്ടു ഞാൻ നേടട്ടെ ജീവസന്ദേശം. ജീവസന്ദേശം, 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 ജീവസന്ദേശം.